ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. പക്ഷേ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ സൈഡിലെ ഈ ഒരു ലിഡ് ഇതുപോലെ ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ഇത് ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഇരിക്കുന്നു. കണ്ടില്ലേ? ഇതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊരു 2-in-1 പ്രോഡക്റ്റാണ്. ഒരേ സമയം ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറുമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനകത്ത് ഇത്തരത്തിൽ ട്രൂ വയർലെസ് ഹെഡ്സെറ്റും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത. ഈ രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് വെറും 2903 രൂപയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ പ്രൈസ് അങ്ങനെ നിൽക്കുന്ന അറിയില്ല, ചിലപ്പോൾ വേരി ചെയ്യുമായിരിക്കും. അപ്പോൾ ഈ ഒരു 2903 രൂപയ്ക്ക് നമുക്ക് രണ്ട് പ്രോഡക്റ്റ് കിട്ടുന്നു ഇല്ലേ? ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും ഇത്തരത്തിലൊരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റും. സാധാരണ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് തന്നെ 2900-ലധികം രൂപ നമ്മൾ മുടക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ പ്രൈസ് റേഞ്ച് രണ്ട് പ്രോഡക്റ്റുകൾ 2-in-1 ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത. ടെംപ്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത്തരത്തിലൊരു വെറൈറ്റി പ്രോഡക്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ടെംപ്റ്റിൻ്റെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വിലക്കുറവുള്ള കിടിലൻ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. മനോഹരമായിട്ടുള്ള ഇത്തരം ഡിസ്പ്ലേയുമായിട്ട് AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു കൺവെൻഷണൽ വാച്ച് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. വീഡിയോ ചെയ്തിട്ട് കാണാവുന്നതാണ്. ഇനി നമുക്ക് ടെംപ്റ്റിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരാം. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ജഗ്ലർ എന്നാണ്. അപ്പോൾ അത്തരം ഒരു പേരുമൊക്കെ ആയിട്ട് വരുന്ന ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ് നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതുപോലൊരു ബോക്സിനകത്താണ് ടെംപ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ജഗ്ലർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ ബോക്സിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. നല്ലൊരു പാക്കിംഗ്. ഇതിൻ്റെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇതേ കൊടുത്തിരിക്കുന്നു. അതുപോലെ ചാർജിങ്ങിനായിട്ടുള്ള ടൈപ്പ് സി കേബിൾ ഇതേ കൊടുത്തിരിക്കുന്നു. കൂടാതെ നമ്മുടെ പ്രോഡക്റ്റ് ഇതേ ഇരിക്കുന്നു. അതിലേക്ക് വരാം. വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. യെസ്, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും പ്രോഡക്റ്റിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ടെംപ്റ്റിൻ്റെ ജഗ്ലർ എന്ന് പറയുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ. നോക്കിയേ, നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് മൊത്തത്തിൽ ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഡിസൈൻ മനോഹരമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. ഇവിടെ ടെംപ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ അവരുടെ ഒരു ബാഡ്ജ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. സൈഡുകളിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. അതും ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഞ്ഞ് സ്റ്റെമ്മൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ കുഞ്ഞായിട്ടുള്ളൊരു സ്റ്റെമ്മാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അത് വെക്കാൻ ആ ഭാഗമൊക്കെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ല ഡിസൈനാണ്. അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ നല്ല ടൈറ്റായിട്ടിരിക്കും, ലൂസൊന്നും അല്ലാണ്ടല്ലേ, കറക്റ്റ് ടൈറ്റായിട്ടിരിക്കും, ഊരി പോകുന്നുമില്ല. അതുപോലെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ ഈ ഒരു പ്രോഡക്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇതിൻ്റെ പോർട്ടുകൾ കൊടുത്തിരിക്കുന്നതാണ്. ഹാങ് ചെയ്യാനായിട്ടൊരു ഹാങ്കർ കൊടുത്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു പ്രോഡക്റ്റിന് ഇതുപോലെ നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനകത്ത് ടെംപ്റ്റ് നൽകിയിരിക്കുന്നത്. ഈ രണ്ട് ഇയർബഡുകളിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡ്രൈവർ സൈസ് എന്ന് പറയുന്നത് 13mm ആണ്. അപ്പോൾ ഒരു വലിയ സൈസ് ഡ്രൈവറാണ് ഈ രണ്ട് ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പല ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ഇല്ലേ, 12mm ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, 10mm 12mm ഒക്കെ ഉണ്ട്. ഇത് 13mm ഉണ്ട്. അപ്പോൾ വലിയൊരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബാസ് കൂടുതലാകാനുള്ളൊരു സാധ്യതയാണ്. പക്ഷേ ഇതിനൊരു പോരായ്മ ഞാൻ കാണുന്നത്, ഇത് ഹാഫ് ഇയർ ആണ്, ഇൻ ഇയർ അല്ല, ചെവിക്ക് ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ടൈപ്പ് അല്ല. എന്നെ സംബന്ധിച്ച് ഹാഫ് ഇയർ ഒരിക്കലും ചെവിയിൽ ഫിറ്റല്ല. ഇൻ ഇയർ ആണ് എനിക്ക് കുറച്ച് കംഫർട്ടായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ചിലരുണ്ട്, അവർക്ക് ഇൻ ഇയർ ഒരിക്കലും ചെവിയിലേക്ക് കയറുക പോലുമില്ല, ചെറിയ ബഡ് ഇട്ടാൽ പോലും. അവർക്ക് ഹാഫ് ഇയർ ആണ് അവർക്ക് സ്യൂട്ട്. പക്ഷേ ഇത് ചെവിയിൽ നിന്ന് തെറിച്ചൊന്നും പോകുന്നില്ല കേട്ടോ. ഹാഫ് ഇയർ ആയിട്ട് പോലും, സാധാരണ ഹാഫ് ഇയറിൻ്റെ ചെവി വെച്ചാൽ ചെവിയിൽ ഇരിക്കത്ത പോലുമില്ല. പക്ഷേ ഇത് ഒരുവിധം ചെവിയിൽ ഫിറ്റ് ആകുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ഫിറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനകത്ത് 52mm ഡ്രൈവർ സൈസുള്ള സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. സിംഗിൾ സ്പീക്കറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 350 ഗ്രാമേ ഉള്ളൂ. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 2-in-1 പ്രോഡക്റ്റ് നമ്മളുടെ കയ്യിൽ ഇതുപോലെ പിടിച്ചുകൊണ്ടൊക്കെ പോകാം. നമ്മൾ വെക്കേഷനൊക്കെ ട്രാവലിനൊക്കെ പോകുമ്പോൾ അപ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കേൾക്കാൻ, നമുക്ക് പാട്ട് കേൾക്കണമെങ്കിൽ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൽ നമ്മുടെ ഫോൺ പെയർ ചെയ്ത് നമുക്ക് പാട്ട് കേൾക്കാം. നമ്മളുടെ കൂടെ യാത്രയിൽ നമ്മളോടൊപ്പം ഉള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആകാതെ നമുക്ക് മാത്രം പാട്ട് കേൾക്കണമെങ്കിൽ ഇതിനോടൊപ്പം ഉള്ള ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനകത്ത് 5 വാട്ടിന്റെ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. വെറും 2.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പീക്കർ ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്പീക്കറിനകത്ത് 1200 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചാർജിങ് കേസ് പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ടാണല്ലോ ഈ ഇയർബഡുകൾ നമ്മൾ
നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ അവ ചാർജ് ആകുന്നത്. അപ്പോൾ 1200 mAh നിന്നാണ് ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളും ചാർജ് ആകുന്നത്. അതുപോലെ ഈ ഒരു സ്പീക്കറും പ്രവർത്തിക്കുന്നത്. ഈ ഒരു സ്പീക്കർ ഇത്തരത്തിൽ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നമുക്ക് മൊത്തത്തിൽ 120 മണിക്കൂർ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതായത് 120 മണിക്കൂർ നമുക്കിത് ഉപയോഗിക്കുക, ചാർജ് തീരുമ്പോൾ വീണ്ടും ഇറക്കി ചാർജ് ചെയ്യുക, അങ്ങനെ 120 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാനുള്ള ചാർജ് ഈ ഒരു 1200 mAh ബാറ്ററി കപ്പാസിറ്റി ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾക്ക് നൽകും. ഇനി നിങ്ങൾ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നേ ഇല്ല, സ്പീക്കർ കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും 3 മണിക്കൂർ കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലെ 1200 mAh ബാറ്ററി കപ്പാസിറ്റി അത്രയും നേരത്തെ പവർ ഔട്ട് നൽകും. ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പവും iOS ഫോണുകളോടൊപ്പവും നമുക്ക് ഈ സ്പീക്കറും അതുപോലെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റും പെയർ ചെയ്ത് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ രണ്ട് പ്രോഡക്റ്റുകളും നമ്മളുടെ ഫോണുമായിട്ട് പെയർ ചെയ്ത് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഹാഫ് ഇയർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ചെവിയിൽ അധികം ഫിറ്റായിട്ട് ഇരിക്കുന്നില്ല. ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റി, ഒരു ഭയങ്കര വൗ ഫാക്ടർ എന്നൊന്നും പറയാനില്ല, എന്നാൽ മോശമല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയട്ടെ. ഫുൾ വോളിയത്തിലാണ് ഞാനിപ്പോൾ ഈ പാട്ട് കേട്ടത്. അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ പിന്നെ ഇത്രയും ഫുൾ വോളിയത്തിൽ വെച്ചാലും ചില ക്വാളിറ്റി കുറഞ്ഞ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളൊക്കെ ഫുൾ വോളിയത്തിൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഡിസ്റ്റോർഷനൊക്കെ സൗണ്ടിൽ വരാറുണ്ട്. അതൊന്നുമില്ല. 10ൽ ഒരു 6 മാർക്ക് ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് ഞാൻ നൽകും. അടുത്ത സ്പീക്കർ ക്വാളിറ്റി കേൾക്കാം. എന്തായാലും നമുക്ക് ഇവിടെ ഈ ഒരു ഫോണിനകത്ത് ഇത് ജസ്റ്റ് ഒന്ന് പെയർ ചെയ്ത് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ആൾറെഡി പെയർ ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി നോക്കട്ടെ. നല്ല കിഡിലൻ സൗണ്ട് ക്വാളിറ്റി, നിങ്ങൾ തന്നെ കേട്ടതാണ്. ഒരൊറ്റ കുറവായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് മോണോ സ്പീക്കറാണ്, ഒറ്റ സ്പീക്കറാണ്. 2 സ്പീക്കർ കൊടുത്തെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്, ഒരു സ്റ്റീരിയോ ക്വാളിറ്റി കിട്ടിയെന്നെ. നല്ല ബാസ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു മൈക്കിലൂടെ നിങ്ങളുടെ ഫോണിൻ്റെ ഹെഡ്സെറ്റിലൂടെ എത്രത്തോളം ക്വാളിറ്റി ഞങ്ങൾക്കത് ഇതിൻ്റെ ഡെലിവറി ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഞാൻ കേട്ടത് സൂപ്പർ ക്വാളിറ്റി, നല്ല രസമുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ല മികച്ച പ്രൈസല്ലേ. നേരത്തെ പറഞ്ഞ വെറും 2903 രൂപയ്ക്കാണ് ഈ 2 പ്രോഡക്റ്റ് കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. എന്തായാലും അടിപൊളി. അപ്പോൾ ഈ സൗണ്ട് ക്വാളിറ്റിയുടെ കേസിൽ ഈ പറഞ്ഞ പോലെ ഇതിന് ഞാൻ 10ൽ 6 മാർക്ക് കൊടുക്കുന്നു. ഇതിനകത്തൊരു 10ൽ 7 മാർക്കും കൊടുക്കണം, കാരണം അത്രയും ബാസ് എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഒറ്റ കുറവുള്ള ആ ഒരു സിംഗിൾ സ്പീക്കർ 5 വാട്ടേ ഉള്ളെങ്കിൽ നല്ല സൗണ്ടുണ്ട്. ഫുൾ വോളിയത്തിലാണ് കേട്ടത്, ഡിസ്റ്റോർഷൻസ് ഇല്ല, അതുപോലെ സ്പീക്കർ കരകരപ്പൊന്നുമില്ല, നല്ല ബാസുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. ഇത് ഭയങ്കര ബാസും ഇല്ല, ഭയങ്കര ട്രബിളും ഇല്ല, ഒരു മീഡിയം വോക്കൽ രീതിയാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. മറ്റേ ഇവർ തന്നെ പുറത്തിറക്കിയ ആ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ.